അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ ഈ ഒരു ആഘോഷ സമയത്ത് ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ഈ സമയം ക്ഷണിക്കുന്നത് നമ്മുടെ ഈ ഒരു ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഡ്രീം പിക് ഫിലിംസിന്റെ സാരഥി നമുക്ക് പ്രിയപ്പെട്ട സുജിത്തേട്ടനെയാണ്. നമ്മളോടൊപ്പം ഇവിടെ ജനം സൗമനസ് കാണിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നന്ദി. അതേപോലെ ഈ ഫംഗ്ഷനിലേക്കുള്ള സ്വാഗതം കൂടി പറഞ്ഞോളുന്നു. ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ നിർമ്മിച്ച് ഈ ചിത്രം ഡിസംബർ 18-നാണ് ലോകമാകെ റിലീസ് ചെയ്ത് അന്ന് ഡിസംബർ 18-ന് കേരളത്തിൽ രാവിലെ 8 മണി തൊട്ടാണ് ഷോ തുടങ്ങിയത്. വിദേശ രാജ്യങ്ങളിൽ ഈവനിങ് തൊട്ടാണ് അന്ന് ഷോ നടത്തിയത്. ആദ്യത്തെ ദിവസം കേരളത്തിലെ ബോക്സ് ഓഫീസിൽ ഏറ്റവും ഹയസ്റ്റ് ഡേ 1 കളക്ഷനുള്ള റെക്കോർഡ് നേടുന്ന രണ്ടാമത്തെ ചിത്രമായി നമ്മുടെ ബബ്ബ മാറി എന്നത് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ്. ഏകദേശം ആദ്യ ദിവസം 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമകളിൽ 2ാം സ്ഥാനമാണ്. ആദ്യത്തെ ദിനത്തിൽ 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന രണ്ട് മലയാള ചിത്രങ്ങളേ ഉള്ളൂ മലയാള സിനിമ കേരള ബോക്സ് ഓഫീസ് ഡേ 1-ൽ. അതിൽ രണ്ടാമത്തത് ബബ്ബയാണ്. അതേപോലെ ഡേ 1 വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 15 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു. ഇപ്പോൾ ചിത്രം ക്രിസ്മസ് കഴിഞ്ഞ് 2ാം വാരം പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്, 2ാം വാരത്തിലൂടെ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ ഫാസ്റ്റസ്റ്റ് 50 കോടി ക്ലബിലേക്ക് എത്തുന്ന ചിത്രങ്ങളിൽ ആദ്യത്തെ 10 എണ്ണത്തിൽ ഇടം നേടുവാൻ ബബ്ബ പോവുകയാണ്. 50 കോടി ക്ലബിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ ചിത്രത്തിന് ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ 2ാം വാരത്തിലും 200-ലധികം തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ എല്ലായിടത്തും നല്ല റെസ്പോൺസാണ് വരുന്നത്. അപ്പോൾ ചിത്രത്തിൻ്റെ ഈ ഒരു സക്സസ്സിന് നിങ്ങളെവരുടെയും മീഡിയ ഭാഗത്തു നിന്ന് കിട്ടിയ സപ്പോർട്ടിന് ഒരു നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. സിനിമ തിയേറ്ററിൽ ആളുകൾ ഡാൻസ് കളിച്ച് പാട്ടുപാടി കാണുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസാണ് എല്ലാ സ്ഥലത്തും വരുന്നത്. നല്ലതും ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. എന്തായാലും സിനിമ ഈ പറഞ്ഞ പോലെ സുജിത്തേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള റെക്കോർഡുകൾ കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷം. അത് ആദ്യത്തെ സിനിമയിൽ തന്നെ ആയതിൽ അത് ഭയങ്കര വലിയൊരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. അതുപോലെ ദിലീപേട്ടനെയും ലാലേട്ടനെയും വിനീതേട്ടനെയും ധ്യാനേട്ടനെയൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റിയതിൽ അത് വലിയൊരു ഭാഗ്യമായിട്ടും അത് എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമായിട്ടും ഞാൻ കാണുന്നു. ഗോകുലം മൂവീസിൻ്റെ ഞാൻ അഭിനയിക്കുന്ന 2ാമത്തെ പടമാണ്. 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയിൽ ആണ് ഇതിനു മുൻപ് ഞാൻ അഭിനയിച്ചത്, ഗോകുലം മൂവീസിൻ്റെ. അപ്പോൾ ഇതിൽ എന്നെ വിളിച്ചത് കൃഷ്ണമൂർത്തി സാറാണ്. അപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹത്തിനും ധനഞ്ജയനും ഒക്കെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒരു മൾട്ടി സ്റ്റാർ സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇനി വരുന്ന വർഷം ഒരു നല്ല തുടക്കമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക്സ് ടു പ്രസന്റ് മീഡിയ. നിങ്ങൾ ഈ സിനിമ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ദ ഡയറക്ടർ ധനഞ്ജയൻ സർ ആൻഡ് ഗോകുലം മൂവീസ്, ഗോകുലം ഗോപാലൻ സർ. താങ്ക്സ് ടു ദ എൻറ്റയർ ടീം, ടെക്നീഷ്യൻസ്, താങ്കിങ് എല്ലാവരെയും താങ്ക് ചെയ്യുന്നു. പാത്രം കഴുകുന്ന സ്ത്രീ മുതൽ നമുക്ക് തുണി അലക്കി തരുന്ന ആൾക്കാർ വരെ ടു ദ ബോട്ടം ലെവൽ എന്ന് പറയുന്നില്ല, അതിൻ്റെ അർത്ഥം എല്ലാവരെയും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ താങ്ക്സ് ടു എവറിബഡി. ഇതെല്ലാം ഇല്ലാതെ ഇതൊന്നും ഇല്ല, ഇത്രയും വലിയ വിക്ടറി ഇല്ല. എനിക്കൊരു സ്പെഷ്യൽ മൂമെൻ്റാണ്. ബിക്കോസ് ചെന്നൈയിൽ ട്രസ്പുരം എന്നൊരു സ്ഥലമുണ്ട് കോടമ്പാക്കത്തിൽ. അതൊരു ഗ്രൗണ്ടാണ്. അതിൻ്റെ ചുറ്റിപ്പറ്റി കുറേ വീടുകളുണ്ട്. ഇന്ന് അവിടെ ആ ഭാഗത്ത് താമസിച്ചവരൊക്കെ ഒന്ന് പുനീത് രാജായിരുന്നു, ഒന്ന് ശിവരാജ് കുമാറായിരുന്നു. അങ്ങനെ ഗോപാലൻ സാറിൻ്റെ വീട് ഈ ട്രസ്പുരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഞങ്ങളിവിടെ ക്രിക്കറ്റ് കളിക്കും. ഈ ബോൾ അടിച്ച് സാറിൻ്റെ വീട്ടിലേക്ക് പോകും. ഞാനാണ് അപ്പോൾ ഈ ബോൾ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ 10 പ്രാവശ്യം ബോൾ തരില്ല, എടുത്ത് വയ്ക്കും. സാറിനൊന്നും ഓർമ്മയില്ല, പക്ഷെ ഇതൊക്കെ ജീവിതത്തിൽ നടന്നതാണ്. ഇന്ന് ആ സാറിൻ്റെ പടത്തിൽ, അവരുടെ മൂവീസിൽ ഞാൻ അഭിനയിക്കുന്നു. സോ ഇതൊക്കെ ബിഗ് മൂമെൻ്റ് ഇൻ മൈ ലൈഫ്. ഷാനോട് നിന്ന് ഞാൻ വാങ്ങുന്നു. സോ ഭയങ്കര ഹാപ്പിയാണ് ഈ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തതും ഈ ടീമിനായിട്ട് ഞാൻ യാത്ര ചെയ്തതും. പിന്നെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്താണോ ബ്രദറാണോ അതറിയില്ല, ഈ റിലേഷൻ എന്താണെന്ന്. കുറേ പടം ദിലീപേട്ടൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സോ എപ്പോഴും ഞാൻ ദിലീപേട്ടനോട് അഭിനയിക്കുമ്പോൾ അതൊരു സക്സസ് പടമായിട്ടേ ഉള്ളൂ. സോ ഇതും ഒരു വലിയ സക്സസ്സാണ്. സോ വളരെ സന്തോഷം. ചില വാക്കുകളൊന്നും പറയാൻ പറ്റത്തില്ല. സോ അത്രയൊരു സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ്, ഒരു ദിവസമാണ്.
So thank you everybody, എല്ലാവരും, all the co-artists, all my colleagues, thank you so much.